ചേർത്തല കിൻഡർ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ഗർഭിണികൾക്കായി സംഗീത മത്സരം. സ്പന്ദനം സീസൺ 2 എന്ന പേരിൽ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേയിലാണ് പരിപാടി സംഘടിപ്പിക്കുക. ഈ ഗർഭകാലം എത്രത്തോളം സന്തോഷകരമാക്കാം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വർഷങ്ങളിൽ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന ഫെബ്രുവരി 14 നമ്മൾ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് മത്സരം, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം, സിംഗിങ് കോമ്പറ്റീഷൻ നടത്താനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അതേപോലെ തന്നെ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു 200 അടുത്തുള്ള ന്യൂലി മാരീഡ് കപ്പിൾസിന് വേണ്ടി ഒരു ഡിന്നറും കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്തു വരുന്ന ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി, അതാണ് ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 1-2 വർഷമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫാഷൻ ഷോ നടത്തിയിരുന്നു. ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു സീസൺ 1 ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ. അന്നൊരു 60ഓളം പ്രഗ്നൻറ്റ് വുമൻസ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു അതിൽ നിന്ന് കിട്ടിയ ഒരു റെസ്പോൺസിൻ്റെ ഭാഗമായിട്ടാണ് തീർച്ചയായിട്ടും ഞങ്ങളിങ്ങനെ ഒരു സീസൺ 2 കുറിച്ച് ചിന്തിച്ചതും വളരെ വിപുലമായിട്ട് തന്നെ ഒന്ന് നടത്താമെന്നുള്ളത് ആലോചിക്കുകയും അതുമായിട്ടുള്ള പുതിയ ആക്ടിവിറ്റീസായിട്ട് മുന്നോട്ട് പോയി. അതിനും ഈ പറഞ്ഞ സീസൺ 2 വളരെ ഒരു ചെറിയ സമയത്ത് തന്നെ വളരെ നല്ലൊരു റെസ്പോൺസാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിയിരിക്കുന്നത്. ഗർഭകാലത്ത് സംഗീതത്തിന് അമ്മയിലും ഗർഭസ്ഥ ശിശുവിലും വളരെയധികം പ്രാധാന്യമുണ്ട്. ഗർഭിണി പാട്ട് പാടുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയും ഗർഭകാലത്തുണ്ടാകുന്ന സമ്മർദ്ദം കുറയ്ക്കാനും നല്ല ഉറക്കം ലഭിക്കാനുമൊക്കെ സഹായിക്കും. ഗർഭിണിക്ക് എന്ന പോലെ കുഞ്ഞിന്റെ ബുദ്ധിശക്തി വർദ്ധിക്കാനും തലച്ചോറിന്റെ വളർച്ചയ്ക്കും മറ്റു കഴിവുകൾ വർദ്ധിക്കാനും സംഗീതം സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ രേഖപ്പെടുത്തുന്നു. സ്പന്ദനം സീസൺ 2 4 മാസം പൂർത്തിയായ എല്ലാ ഗർഭിണികൾക്കും പങ്കെടുക്കാം. 2 മിനിറ്റ് ദൈർഘ്യമുള്ള പാട്ടുപാടുന്ന ഒരു വീഡിയോ 9446545500 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ച് മത്സരത്തിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്നും 40 പേർക്കാണ് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേയിൽ ചേർത്തല നെടുമ്പ്രക്കാട് അഖിലാഞ്ജലി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയൂ. സ്പന്ദനം എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര്. നേരത്തെ രഞ്ജിത് സാർ സൂചിപ്പിച്ച പോലെ നമ്മൾ ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാഗ് ലൈൻ. അപ്പം എങ്ങനെയാണ് ഈ പ്രഗ്നൻസി പീരീഡിൽ അവരെ സന്തോഷത്തോടെ ഇരുത്തുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറേ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ തന്നെ സ്റ്റാഫ് തന്നെയാണ് ആക്ച്വലി ഇതെങ്ങനെ അവർക്ക് ഓരോ പ്രോഗ്രാംസ് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ളൊരു നമ്മുടെ സ്റ്റാഫിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെയുള്ള പല, ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ പ്രഗ്നൻറ്റ് വുമൻ്റെ ഒരു ഫാഷൻ ഷോ, അതുപോലെ തന്നെ അവരുടെ ഒരു കേക്ക് മിക്സിംഗ് സെറിമണി, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നത്. അപ്പം ഇതുപോലെ 2022 ഇങ്ങനെ നമ്മുടെ പ്രഗ്നൻറ്റ് വുമൻസിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ചെയ്യണം എന്നുള്ളത് ഒരു ഇൻറ്റേർണൽ ഡിസ്കഷൻ എന്നാണ് ശരിക്കും ഈ ഒരു പ്രഗ്നൻറ്റ് വുമൻ്റെ ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു സിംഗിങ് കോമ്പറ്റീഷൻ വേണം എന്നുള്ളൊരു ആശയത്തിലേക്ക് ഇങ്ങനെ വരുന്നത്. അപ്പം സ്റ്റാർട്ടിങ് മീറ്റിങ്ങിൽ ഇതിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പം നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇത്രയും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു ലേഡി ഇത്രയും സ്ട്രെയിൻ എടുത്ത് പാടുവോ അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും ഇതിനോട് റെസ്പോണ്ട് ചെയ്യാന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് തന്നെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഈ പ്രഗ്നൻറ്റ് വുമൻസിൻ്റെയൊക്കെ അടുത്തോട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പം അവരുടെ റെസ്പോൺസ് വളരെ പോസിറ്റീവായിട്ടുള്ളതായിരുന്നു. ഒരു 60ഓളം പ്രഗ്നൻറ്റ് വുമൻസ് ആണ് അന്ന് ആ മത്സരത്തിൽ പങ്കെടുത്തത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ, ഒരു പ്രഗ്നൻറ്റ് വുമന് വേണ്ടിയിട്ടുള്ള ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ ആദ്യമായിട്ടാണ് ശരിക്കും 2022 കിൻഡർ ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത്. ഞാൻ വേറെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ അതിന് മുന്നേ നടന്നിട്ടില്ല. അപ്പം അവിടെ നിന്ന് കിട്ടിയ ഒരു ഊർജ്ജമാണ് ശരിക്കും ഇതൊരു വിപുലമായിട്ട് ഇത്തവണ നടത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് വരികയും അതൊരു ഓൾ കേരള പ്രഗ്നൻറ്റ് വുമൻസ് മ്യൂസിക് കോമ്പറ്റീഷൻ സ്പന്ദനം സീസൺ 2 എന്നൊരു ടൈറ്റിലിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഒരു ഊർജ്ജം ഉണ്ടാക്കിയത്.